പ്ലസ് വണ്ണിലെ കുട്ടികൾ നല്ല പവറായിട്ട് തയ്യാറെടുത്ത് കഴിഞ്ഞു. അന്നേരം ഒരുപാട് 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 ആശയക്കുഴപ്പങ്ങൾ സംശയങ്ങളൊക്കെ ഈ സമയത്ത് വരും, സ്വാഭാവികമാണ്. അന്നേരം ഞാൻ ആദ്യം തന്നെ 1, 2, 3 നിങ്ങളുടെ സംശയങ്ങൾ പറഞ്ഞ ശേഷം നമ്മൾ ചാപ്റ്ററിലേക്ക് ചാടി കയറുകയാണ്. നല്ല പെർഫെക്റ്റ് ഓക്കെ ആയിട്ട് നിങ്ങൾ വേണം കൂടെ ലാസ്റ്റ് വരെ നിങ്ങളുടെ കൂടെ ഫിസിക്സ് കംപ്ലീറ്റ്, കെമിസ്ട്രി നമ്മുടെ ചാനലിലൂടെ ചേരുന്നതാണ്, ഇംഗ്ലീഷ് തരുന്നതായിരിക്കും. എല്ലാ വിഷയങ്ങൾക്കും കൃത്യമായ ഇമ്പോർട്ടൻസ് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ തരും. അതൊന്നും നിങ്ങൾ പേടിക്കണ്ട. ഞാൻ പറയേ മാഷിനൊറ്റ വാക്ക് കൃത്യമായിട്ട് പാലിച്ചിരിക്കും. ഇനി നിങ്ങളുടെ കുറച്ച് സംശയങ്ങളിലേക്ക് പെട്ടെന്ന് പൊതുവായിട്ടുള്ള സംശയങ്ങളിലേക്ക് വന്നതിന് ശേഷം പെട്ടെന്ന് ക്ലാസ് തുടങ്ങാം. ആദ്യത്തെ സംശയം ഇത് തന്നെയാണ്. ഫോക്കസ് ഏരിയ പുറത്തുവിട്ടു, അത് വ്യാജമാണെന്ന് പറയുന്നു, അത് ഇനി മാറ്റാൻ സാധ്യതയുണ്ട്, പരീക്ഷ നടത്തത്തില്ലെന്ന് ഉറപ്പുണ്ട്. ഇത് ഇങ്ങനെയുള്ള വാർത്തകൾ വരും ഉറപ്പായിട്ടും. ഇന്നലെ വന്ന ഫോക്കസ് ഏരിയ യഥാർത്ഥത്തിൽ ലീക്ഡ് ആയിട്ടുള്ള ഒരു ഫോക്കസ് ഏരിയ ആണ്. ഇത് ഫോക്കസ് ഏരിയ തയ്യാറാക്കിയ ഫോക്കസ് ഏരിയ തന്നെ എല്ലാ സ്കൂളുകളിലും എല്ലാ അധ്യാപകർക്കും അയച്ചു കൊടുത്ത ഫോക്കസ് ഏരിയ തന്നെയാണ്. അല്ലാതെ ഇത് റെഡിയാക്കിയ ഫോക്കസ് ഏരിയ ആണ്. ഇത് ചിലപ്പം 1, 2 ഗ്രൂപ്പ് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടത് ഒഫീഷ്യലായിട്ട് അത് ഫോക്കസ് ഏരിയ ആയിട്ട് വരും. പരീക്ഷ നടത്തില്ല എന്നുള്ള ഒരു ഇത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. 99.9% പരീക്ഷ 100% നടത്തിയിരിക്കും. ഫോക്കസ് ഏരിയ വെച്ചായിരിക്കും. അന്നേരം ഫോക്കസ് ഏരിയയെ കുറിച്ച് ഇനി നിങ്ങൾ ആധികാരികമായിട്ട് ഇനി ഓരോ ന്യൂസുകൾ കണ്ട് ഫോക്കസ് ഏരിയ മാറ്റം മതി എന്ന് ഒരുപാട് വ്യത്യാസം വരുമൊന്നുമില്ല. ഫോക്കസ് ഏരിയയിൽ മാറ്റം വരുവാണെങ്കിൽ 1, 2 ചെറിയ ടോപ്പിക്കിൽ ചെറിയ വ്യത്യാസം വരുത്തിട്ട് പുത്തനായിട്ട് ഫോക്കസ് ഏരിയ വരും എന്നുള്ളത്. വേറെ മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല. ഈ ഫോക്കസ് ഏരിയ തന്നെയാണ് നിങ്ങളുടെ പബ്ലിക് എക്സാം വരാൻ പോകുന്നത്. അന്നേരം ജൂലൈയിലൊക്കെ നടക്കുന്ന പബ്ലിക് എക്സാമിന് നമ്മൾ തയ്യാറെടുക്കണമെങ്കിൽ ചില്ലറ കാര്യമല്ല. ഇത് നല്ലതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, വർക്കൗട്ട്. ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് പഠിക്കാം. അതാണ് ഏറ്റവും രസം. ഒരു ടെൻഷൻ, നിങ്ങളിപ്പോ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ അയ്യോടാ ഇത്രയേ ഉള്ളൂ ഫിസിക്സ് എന്ന് ഏറ്റവും വലിയ ടഫായ ഫിസിക്സിനെ നമ്മളിങ്ങനെ കാച്ചി കുറുങ്ങി എടുക്കുമ്പോൾ അടിപൊളി എന്ന് പറയും. ഞാൻ പഠിപ്പിക്കുന്ന രീതി ഇതാണ്. ആദ്യം മുതൽ ലാസ്റ്റ് വരെയുള്ള ഫോക്കസ് ഏരിയയിലെ എല്ലാ ടോപ്പിക്കും പഠിപ്പിച്ചു തരും. അതിന്റെ ന്യൂമറിക്കൽസ് ചെയ്യിപ്പിച്ചു തരും. അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യിപ്പിച്ചു തരും. എല്ലാം വേണ്ട എല്ലാ കാര്യങ്ങളും, മോട്ടിവേഷൻ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തന്നിരിക്കും, അതും ഫ്രീ ആയി. അന്നേരം നിങ്ങൾ ആദ്യം അതറിഞ്ഞിരിക്കുക. അതിന്റെ കൺഫ്യൂഷനിലേക്ക് എപ്പോഴും ഇങ്ങനെ വാർത്തകൾ പ്രചരിക്കുന്നതിന് നിങ്ങൾ നോക്കാതിരിക്കുക. ജസ്റ്റിസ് ഫോർ സ്റ്റുഡൻസിനൊക്കെ തീർച്ചയായിട്ടും പോരാടുന്ന അധ്യാപകൻ തന്നെയാണ് ഞാനും. പക്ഷെ ഇതിനകത്ത് ഫോക്കസ് ഏരിയ വന്ന സ്ഥിതിക്ക്, കറക്റ്റ് ഫോക്കസ് ഏരിയ വന്ന സ്ഥിതിക്ക് അതിന്റെ ഒരു മെത്തേഡൊക്കെ ഓക്കെ ആയി. ഇനി പല കുട്ടികളുടെ ചോദ്യം ഇന്നലെ ഇതായിരുന്നു, എന്താണ് സാർ ഫോക്കസ് ഏരിയ? നമ്മൾ ഫോക്കസ് ഏരിയ എന്നൊക്കെ പറയുമ്പോൾ കഴിഞ്ഞ വർഷമാണ് കൊറോണ കൊണ്ടുവന്ന പുത്തൻ ഐറ്റമാണ് ഫോക്കസ് ഏരിയ. കാരണം എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത പുത്തനായിട്ടൊരു സാധനമാണ് ഫോക്കസ് ഏരിയ. കഴിഞ്ഞ വർഷത്തെ 10ാം ക്ലാസ്സുകാരും +2കാരും അത് വെച്ചാണ് പരീക്ഷ എഴുതിയത്. ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു ചാപ്റ്ററിനകത്ത് വളരെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ പഠിക്കുകയും ബാക്കി കുറെ ടോപ്പിക്കുകൾ ഒഴിവാക്കുകയും ചെയ്തുകൊണ്ടുള്ളതിനെയാണ് നമ്മൾ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത്. അങ്ങനെ കുറെ ടോപ്പിക്കുകൾ ഒഴിവാകും. അത് വലിയൊരു കാര്യം തന്നെയല്ലേ. +1 നമ്മൾ മൊത്തം 2 ടെക്സ്റ്റ് മൊത്തം കുത്തിരുന്ന് പഠിക്കുന്നതിനെക്കാട്ടി നല്ലൊരു കുറെ കാര്യങ്ങൾ ഒഴിവാക്കി കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെ. ഉദാഹരണം ഫിസിക്സിൽ ഇപ്പോഴത്തെ ഫോക്കസ് ഏരിയയിൽ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞ 10ാമത്തെ ചാപ്റ്റർ ഉണ്ട്. ഒരു ബ്രഹ്മാണ്ഡ ചാപ്റ്ററാണ്, ബാഹുബലി ചാപ്റ്ററാണ്. പക്ഷെ അതിനകത്ത് വളരെ കുറച്ച്, ഞാൻ 2 ദിവസം കൊണ്ട് നിങ്ങളെ പാട്ട് പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിച്ചു തരും. അന്നേരം അതാണ് ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത്. അന്നേരം ഫോക്കസ് ഏരിയയിൽ വളരെ കുറച്ച് ടോപ്പിക്കേ ഉള്ളൂ. കുറച്ച് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ആ ടോപ്പിക്ക് വളരെ ആധികാരികമായിട്ട് പഠിക്കാനുണ്ട്. 15 ചാപ്റ്റർ ആകുമ്പോഴത്തേന് അത്യാവശ്യം ഓക്കെയാണ്, പഠിക്കാനുണ്ട്. അത് ഫോക്കസ് ഏരിയ. ഇനി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് കുറെ കുട്ടികൾ പറഞ്ഞു, വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാൻ കിട്ടുന്നില്ല. ഇന്നലെ 10 ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു 7 ഗ്രൂപ്പിന് ശേഷം ഞാൻ കിടക്കാൻ നേരം 8, 9, 10 ഗ്രൂപ്പ് ഇതാക്കി. 10ാമത്തെ ഗ്രൂപ്പ് ഫുള്ളായി, 8, 9 കിടപ്പുണ്ട്. നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കും 11, 12, 13, 14, 15 നിങ്ങൾക്ക് ആഡ് ആകാം. ഒരു ഗ്രൂപ്പിൽ ആഡ് ആകരുത്, 2ാമത്തെ ഗ്രൂപ്പിൽ 3ാമത്തെ ഗ്രൂപ്പിൽ ആഡ് ആകരുത്. അത് നമ്മൾ പതുക്കെ റിമൂവ് ചെയ്ത് കളയും. വാട്സപ്പ് ഗ്രൂപ്പിൽ ഉള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പഠിക്കാൻ വേണ്ടിയാണ്, സ്ട്രോങ് ആയിട്ട് പഠിക്കാൻ വേണ്ടി ഒരു അധ്യാപകൻ കഷ്ടപ്പെടുമ്പോൾ കേരളത്തിലെ കുട്ടികൾ മൊത്തം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചോളം എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പോൾ. നിങ്ങൾ ഉറപ്പായിട്ടും എല്ലാ കുട്ടികളിലേക്കും ക്ലാസ്സിൽ ഷെയർ ചെയ്യുക. എല്ലാ കുട്ടികളിലേക്കും ഷെയർ ചെയ്യുന്ന മാത്രമല്ല, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം സബ്സ്ക്രൈബ് ചെയ്താൽ ഉള്ളൊരു ഗുണം എനേബിൾ ചെയ്യുകയാണ് വേണം, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് അറിയുന്ന കുട്ടികളാണ്. എന്നെക്കാട്ടിൽ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. നോട്ടിഫിക്കേഷനൊക്കെ പ്രശ്നം യൂട്യൂബിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ബെല്ലൈക്കൺ അമർത്തി എല്ലാവർക്കും ബെല്ലൈക്കണൊക്കെ മണിമണിയൊക്കെ അടിച്ച് റെഡിയാക്കി വെച്ചേക്കുക. അടിപൊളി ക്ലാസ്സുകളിലേക്ക് നമുക്ക് നീങ്ങാം. അന്നേരം
റെഡി ആയിരിക്കുക, പവറായി പഠിക്കുക, ഒരു ടെൻഷൻ ഇല്ലാതെ. ഒരക്ഷരം പോലും, ഞാൻ വീണ്ടും എടുത്തെടുത്ത് പറയുന്നു, ഒരക്ഷരം പഠിക്കാത്ത കുട്ടികൾ, ഇതുവരെയും സ്കൂളിൽ പോകാത്ത കുട്ടികൾ, ഇതുവരെയും ടെക്സ്റ്റുകൾ കാണാത്ത കുട്ടികൾ എല്ലാവരും പോരുക. നമുക്ക് ഒരുമിച്ചിരുന്ന് അടിപൊളിയായിട്ടിരുന്ന് പഠിക്കാം. നിങ്ങൾക്ക് ബെഞ്ചും ഡെസ്കും വേണ്ട എന്നുള്ളതേ ഉള്ളൂ. ഒരു ബുക്ക് എടുത്ത് വെക്കുക, നിങ്ങൾ പഠിക്കുക. നല്ല കിടുക്കനായിട്ട് ഞാൻ പഠിപ്പിച്ചു തരും. എന്നെ കൊണ്ട് ചെയ്യാവുന്നതിന്റെ മാക്സിമം ഞാൻ ചെയ്തു തരും. വരാം. ദൈവത്തിനോടൊക്കെ പ്രാർത്ഥിച്ചിട്ട് എല്ലാം അദ്ദേഹമാണ് അല്ലേ, എല്ലാം പ്രാർത്ഥിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചാപ്റ്റർ 1 ഫിസിക്കൽ വേൾഡ്. ഓക്കെ വാ. ഓക്കെ, അതായത് നമ്മള് നമ്പർ ഫസ്റ്റ് ഫിസിക്കൽ വേൾഡ് ആണ് നമ്മൾ തുടങ്ങുന്ന ചാപ്റ്റർ. ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്നത് ഫിസിക്സിന്റെ ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്റർ. 5 മിനിറ്റ് കൊണ്ട് നിങ്ങളാണ് ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ പഠിച്ചു കഴിയും. നിങ്ങൾ കഴിയും, ഇത്രയേ ഉള്ളായിരുന്നു എന്റെ സാറേ, അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മൾ അടുത്ത ചാപ്റ്ററിലൊക്കെ ഇച്ചിരി പഠിക്കാനുണ്ട്, അത് വേറെ കാര്യം. അന്നേരം ഫസ്റ്റ് ചാപ്റ്റർ ഫിസിക്കൽ വേൾഡ് ആണ്. ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാം. ഒറ്റ മാർഗേ ഉള്ളൂ അതിന് ക്വസ്റ്റ്യൻ, ഒരേ മാർക്ക്. പക്ഷെ ഒരു മാർക്ക് നമുക്ക് വളരെ വാല്യൂബിൾ ആണ്. ഒരു മാർക്ക് നമുക്ക് നിസ്സാരമായിട്ട് കളയാൻ പറ്റത്തില്ല. നിസ്സാരമായിട്ട് നമുക്ക് കിട്ടുന്ന അത് ഞാൻ നമുക്ക് പിടിക്കാം. അതായത് നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിലുള്ള ഇത് മാത്രമല്ല, എല്ലാ വർഷവും ഇതിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ. ഞാൻ നിങ്ങൾ എന്റെ മുമ്പിൽ ഇരിക്കുന്നതായിട്ടും നിങ്ങൾ ക്ലാസ് ഇരിക്കുന്ന ലെവലിൽ തന്നെ പഠിപ്പിക്കത്തുള്ളൂ. നിങ്ങൾ ഉറങ്ങാൻ പോലും ഞാൻ സമ്മതിക്കത്തില്ല. എല്ലാവരും കമന്റ്സ് ഒക്കെ തകൃതിയായിട്ടിട്ടാണ് ക്ലാസിന്റെ കാര്യങ്ങളെ കുറിച്ചും എല്ലാം നിങ്ങൾ ഇട്ടോളുക. നിങ്ങളുടെ കമന്റ്സ് ആണ് എന്റെ പവർ. പവറേഷും മൂടേഷും ഒക്കെ മാറി നിൽക്കാം, നല്ല പവറായിട്ട് പഠിക്കാൻ. തരാം. ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ. ഏതൊക്കെയാണ് ഈ ഫണ്ടമെന്റൽ ഫോഴ്സസ്? പ്രധാനമായിട്ടും 3 ഫണ്ടമെന്റൽ ഫോഴ്സസ് ഉണ്ട്. ഒന്ന്, സ്റ്റാർട്ടിംഗ് ഫ്രം 1 ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഗുരുത്വാകർഷണ ബലം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. 2 ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, ഇലക്ട്രിക് ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സും എല്ലാം കൂടെ ചേർന്നുള്ള ഭീകരനായ ഫോഴ്സ് ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. 3rd ന്യൂക്ലിയർ ഫോഴ്സ്, ഒരു ന്യൂക്ലിയസിനകത്തുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില്ലറക്കാരനല്ല ന്യൂക്ലിയർ ഫോഴ്സ്. ഇതാണ് 3ാമത്തെ ഫോഴ്സ്. അതായത് ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ 3 എണ്ണമാണ്. ഏതൊക്കെയാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, നിങ്ങളുടെ കൂട്ടത്തിൽ പഠനം പഠിക്കുക. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, 2 ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, 3 ന്യൂക്ലിയർ ഫോഴ്സ്. ഈ ന്യൂക്ലിയർ ഫോഴ്സിനെ നമ്മൾ 2ആയിട്ട് വീണ്ടും തിരിച്ചു. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സും വീക്ക് ന്യൂക്ലിയർ ഫോഴ്സും. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സും വീക്ക് ന്യൂക്ലിയർ ഫോഴ്സും. സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സും ന്യൂക്ലിയർ ഫോഴ്സും ഉണ്ട്, വീക്ക് ആയിട്ടുള്ള ന്യൂക്ലിയർ ഫോഴ്സും ഉണ്ട്. ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ചാപ്റ്റർ 1 ഫിസിക്കൽ വേൾഡ്, ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ. ഫസ്റ്റ് 1 ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, സെക്കൻഡ് 1 ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, തേർഡ് 1 ന്യൂക്ലിയർ ഫോഴ്സ്. അത് തിരിച്ചെഴുതുന്നതാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്നും വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്നും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 4ആയിട്ട് എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതുന്നു ഞാൻ പറഞ്ഞുതരാം. 1 ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, 2 ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, 3 സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, 4 വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. അന്നേരം 4 ഉണ്ടോ? ആ ന്യൂക്ലിയർ ഫോഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ അങ്ങനെ എഴുതാം. ന്യൂക്ലിയർ ഫോഴ്സ് ഞങ്ങൾ മാറ്റി വെക്കാം, 2 ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലോ. അന്നേരം ഒന്നുകൂടെ പെട്ടെന്ന് പറഞ്ഞേ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഓക്കെ, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഇങ്ങനെ നിങ്ങൾ പഠിക്കുക. ഈ 4 ഫോഴ്സ് ആയിട്ട് പഠിക്കുക. ആദ്യം ന്യൂക്ലിയർ ഫോഴ്സ് 3 എണ്ണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെയാണെങ്കിൽ 4 എണ്ണം കിട്ടിയത്. അന്നേരം ഓക്കെ ആണ്. ഇനി ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ്? വിച്ച് ഈസ് ദി ഏറ്റവും വീക്ക് ആയിട്ടുള്ള, വിച്ച് ഈസ് വീക്ക് ഫണ്ടമെന്റൽ ഫോഴ്സ് ഇൻ നേച്ചർ? ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഈ ഫോഴ്സ് ഇതിനകത്ത് ഏത് ഫോഴ്സാണ്? എന്നാൽ നമ്മൾ ആലോചിക്കും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഭൂമി മൊത്തമുള്ള ഫോഴ്സ്, അങ്ങനെയൊക്കെ പലരും ആലോചിക്കും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അത് സ്ട്രോങ് ആണ്. ഇങ്ങനെ നമുക്ക് തെറ്റിദ്ധാരണകൾ കൊണ്ട് ഒരു മാർക്ക് പോയെങ്കിലേ ഉള്ളൂ. നിങ്ങൾ അറിഞ്ഞിരിക്കുക, ലോകത്തിലെ ഏറ്റവും, ഈ 4 എണ്ണത്തിൽ ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മളെ ട്വിസ്റ്റിംഗ് ആണ്. നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ദി വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. എത്രയോ വർഷങ്ങളിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ അത് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഈസ് ദി വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ? ചോയ്സ് പോലും വേണ്ട, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമുക്ക് എഴുതിയേക്കണം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇനി രണ്ടാമത് നമ്മൾ ഏറ്റവും സ്ട്രോങ് മുതൽ എഴുതാൻ പോവാണ്. ആദ്യം ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ഏതാണ്? വേറെ ഒന്നുമല്ല, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. 2ാം സ്ഥാനം
നമ്മളെ രോഹിത് ശർമ്മ, കോഹ്ലി എന്നൊക്കെ പറയുന്ന പോലെ. രണ്ടാം സ്ഥാനം നമ്മൾ കൊടുക്കുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആണ്. കൊടുക്കേണ്ട അല്ല, അവൻ എടുത്തതാണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആണ് രണ്ടാമത് സ്ട്രോങ്. ആദ്യം സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്, രണ്ടാമത് സ്ട്രോങ്, മൂന്നാമത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻക്രീസിങ് ഓർഡറിലോ ഡിക്രീസിങ് ഓർഡറിലോ ചോദിക്കാം, ഏറ്റവും വീക്കസ്റ്റ് ഏതാണ്? നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഭീമന്റെ കൂട്ട് വന്നിട്ട് ഏറ്റവും വീക്കസ്റ്റ് ആയിട്ട് മാറി. അന്നേരം ഏറ്റവും സ്ട്രോങ്സ്റ്റ് ഏത് ഫോഴ്സ് ആണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. രണ്ടാം സ്ഥാനം ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആണ്. മൂന്നാം സ്ഥാനം വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. നാലാം സ്ഥാനം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്, ഏറ്റവും വീക്കസ്റ്റ്. തിരിച്ചു പറയുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയണം, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഏറ്റവും വീക്ക്, അത് കഴിഞ്ഞിട്ട് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, പിന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇത്രയേ ഉള്ളൂ ഫിസിക്കൽ വേൾഡ്. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. അത് ഞാൻ നിങ്ങളോട് പെട്ടെന്ന് ചോദിക്കാം, വിച്ച് ഈസ് ദി സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ? എന്നിട്ട് നിങ്ങളോട് ചോയ്സ് ആയിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. വിച്ച് ഈസ് ദി സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് അതിനകത്ത് ഉണ്ടെങ്കിൽ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഒരു പക്ഷേ ഇങ്ങനെ ചോദിക്കുകയാണ്, വിച്ച് ഈസ് ദി സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, ന്യൂക്ലിയർ ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. കാരണം ന്യൂക്ലിയർ ഫോഴ്സിന്റെ സബ്ഡിവിഷൻ ആണ് വീക്കും സ്ട്രോങ്. അങ്ങനെ ഈ മൂന്നെണ്ണം തരുവാണെങ്കിൽ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ് ഏറ്റവും സ്ട്രോങ്സ്റ്റ്. വിച്ച് ഈസ് ദി വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. പിന്നെ അതിന്റെ ഓർഡർ ചെയ്യുന്നുണ്ട്. സ്ട്രോങ്സ്റ്റ് ഫോഴ്സിന്റെ ഓർഡറിൽ സ്ട്രോങ് ആയിട്ടുള്ളത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. രണ്ടാം സ്ഥാനം ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആണ്. മൂന്നാം സ്ഥാനം വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. നാലാം സ്ഥാനം ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. ഇതിനെക്കാട്ടിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾ എങ്ങനെ പഠിക്കാനാണ്? ഇത്രയേ ഉള്ളൂ. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ബെറ്റ് വെച്ചോ, ഗിരീഷ് സാറാണ് പറയുന്നത്, ഉറപ്പായിട്ട് ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. ഇത് ഈ പറഞ്ഞതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. ഫിസിക്കൽ വേൾഡ് കഴിഞ്ഞു. എപ്പടി ഇതൊക്കെ സൂപ്പറായിരിക്കെ അത്ര. അന്നേരം ഇതാണ് ഫിസിക്കൽ വേൾഡ്. അന്നേരം 5 മിനിറ്റ് വേണം, നിങ്ങൾ 2 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഇത് പഠിച്ചു കഴിയും. അടുത്തത് ഞാൻ തുടങ്ങി വെക്കുകയാണ്. നിങ്ങൾ ബോറടിക്കുന്നില്ല എന്ന് വിശ്വസിക്കും. ഞാൻ ഇങ്ങനെ അറിയാം, രാത്രിയിലേക്ക് കാണുന്ന വെച്ചാൽ ഞെട്ടി കഴിഞ്ഞു, അയ്യോ സാർ ഞൊട്ടി കിട്ടും, അയ്യോ എന്തോ സൗണ്ട് കിട്ടി എഴുന്നേറ്റ്. അതുകൊണ്ട് നമ്മൾ ഉറങ്ങത്തില്ല. അന്നേരം യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഞാൻ തുടങ്ങി വെക്കുകയാണ്. ഞാൻ പറഞ്ഞ ടൈറ്റിൽ അനുസരിച്ച് ഞാൻ തീർക്കും. ഞങ്ങൾ അനുസരിച്ച് പഠിച്ചു പോകണം. എന്നിട്ട് നമുക്ക് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് തുടങ്ങി വെക്കാം. ഡയമെൻഷൻസ് ഒക്കെ ഒന്ന് പറഞ്ഞു വെക്കാം. വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. അന്നേരം ചാപ്റ്റർ 2, ചാപ്റ്റർ 1 കഴിഞ്ഞു. ഇത്രയും പഠിച്ചാൽ മതി ഫിസിക്കൽ വേൾഡ്. പക്ഷേ ചാപ്റ്റർ 2 നമുക്ക് പഠിക്കാനുണ്ട്. ഫിസിക്കൽ വേൾഡിൽ ഇതല്ലാതെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ലെന്ന് ഞാൻ തെറ്റ് വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ചാപ്റ്റർ 2 യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ഞാൻ തുടങ്ങി വെക്കുകയാണ്. ഐശ്വര്യമായിട്ട് തുടങ്ങാം. ബോറടിക്കുന്നില്ലല്ലോ? ഓക്കെ. നിങ്ങൾ എന്ത് അഭിപ്രായങ്ങൾ പറഞ്ഞേക്കണം. ഞാൻ എപ്പോഴും ഒരു ഇൻട്രൊഡക്ഷൻ 2-3 മിനിറ്റ് നിങ്ങളെ കുറിച്ച് പറയുന്നത് എപ്പോഴും ഒരു മോട്ടിവേഷന് വേണ്ടി തന്നെയാണ്. നമ്മൾ എപ്പോഴും നല്ല ഊർജ്ജമായിട്ടൊക്കെ പഠിക്കണം. ഈ ഡയമെൻഷൻസിന് ഒരു പ്രത്യേകമുണ്ട്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന് ഒരു പ്രത്യേകമുണ്ട്. നിങ്ങൾ ഇതുവരെയും 10ാം ക്ലാസ് വരെയും ഫിസിക്സിനകത്തൊന്നും പഠിക്കാത്ത പ്രത്യേക രീതിയിലുള്ള ഒരു ഫിസിക്സ് ആണ് ഡയമെൻഷൻസ്. എന്നാൽ ഇനി അങ്ങോട്ട് ഇവൻ ഇല്ലാതെ പറ്റത്തുമില്ല. അന്നേരം ഡയമെൻഷൻസിനകത്ത് ഉറപ്പായിട്ടും ഡയമെൻഷൻസ് അറിഞ്ഞിരുന്നാലേ ബാക്കിയുള്ള കളികളൊക്കെ നടക്കത്തുള്ളൂ. പല കുട്ടികളും ഡയമെൻഷൻസ് എന്താണെന്ന് പോലും കേട്ടിട്ടില്ല. ഞാൻ വളരെ ചുരുക്കത്തിൽ എന്താണ് ഡയമെൻഷൻസ് എന്ന് പറഞ്ഞുതരാം. നമുക്ക് പ്രധാനമായിട്ടും 3 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് മാസ്, ലെങ്ത്. കണ്ടോ, തുടക്കം തന്നെ മാസ്, ലെങ്ത്, ടൈം. മാസ് ഡിനോമിനേറ്റർ m ആണ്, ലെങ്ത് ഡിനോമിനേറ്റർ l ആണ്, ടി എന്ന് പറയുന്നത് ടി ആണ്. ഇത് ഡയമെൻഷൻ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. മാസ് എപ്പോഴും എമ്മും ലെങ്ത് ക്യാപിറ്റലിലും എല്ലാം ക്യാപിറ്റലായിരിക്കും ഡയമെൻഷൻ. എന്താണ് ഈ ഡയമെൻഷൻ? ഈ മാസിന്റെയും ലെങ്തിന്റെയും ടൈമിന്റെയും പോലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, മാസ്, ലെങ്ത്, ടൈം, ഇതിനെ നമ്മൾ പറയുന്ന പേര് MLT ഫോം എന്നാണ്. MLT ഫോം. ഈ മാസിന്റെയും ലെങ്തിന്റെയും ടൈമിന്റെയും ഫോമിൽ നമ്മൾ ബാക്കിയുള്ള ക്വാണ്ടിറ്റീസിനെ എല്ലാം പവറൊക്കെ ആയിട്ട് നല്ല വൃത്തിയായിട്ട് എഴുതുന്ന ഒരു രീതിയെ പറയുന്ന ഒരു മെത്തേഡിനെ പറയുന്ന പേരാണ് ഡയമെൻഷൻസ്. അത് ഞാൻ ഓരോന്ന് പഠിപ്പിക്കുമ്പോഴും നിങ്ങൾക്ക് വ്യക്തമായിട്ട് അത് പറഞ്ഞുതരാം. പക്ഷെ ഒറ്റ കാര്യം ഞാൻ നിർബന്ധമായിട്ട് പറയുന്നു, ഡയമെൻഷൻസ് ഞാൻ ഇന്ന് പഠിപ്പിക്കുവാണെങ്കിൽ നിങ്ങൾ നാളെ പഠിച്ചിട്ട് വേണം ഇരിക്കാൻ, അല്ലെങ്കിൽ ഇടി കൊള്ളും കേട്ടോ. അന്നേരം ഡയമെൻഷൻസ്, മാസിന്റെ ഡയമെൻഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം. നിങ്ങൾ ആദ്യം എങ്ങനെ പഠിച്ചു? മാസ് ഡയമെൻഷൻ M ആണ്, ലെങ്തിന്റെ ഡയമെൻഷൻ L ആണ്, ടൈമിന്റെ T ആണ്.
ഇനി ഞാൻ കുറച്ച് ഡയമെൻഷൻസ് ചെയ്യിപ്പിക്കാൻ പോവാണ്, നോക്കിക്കോണം. നാലാമത്തെ ഇലക്ട്രിക് കറന്റ്. അത് കൊള്ളാമല്ലോ. ഇലക്ട്രിക് കറന്റ്. ഇലക്ട്രിക് കറന്റിന്റെ 2 ഡയമെൻഷൻ എഴുതാം. ഇലക്ട്രിക് കറന്റ് ഡിനോട്ട് ഇലക്ട്രിക് ക്യാപിറ്റൽ I ഡയമെൻഷൻ ആയിട്ട് പറയാം. ഇലക്ട്രിക് കറന്റിന്റെ യൂണിറ്റ് എന്താണ്? ആംബിയർ. നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലയോ? ആംബിയറിന്റെ A ആയിട്ട് എഴുതാം. എന്നിട്ട് 2 ഡയമെൻഷൻ എഴുതാം, I അല്ലെങ്കിൽ A, ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. അടുത്തത് 5 ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ അളക്കാൻ 3 പ്രധാനപ്പെട്ട ഇതുണ്ട്. നമുക്കറിയാം, സെൽഷ്യസ് ഉണ്ട്, ഫാരൻഹീറ്റ് ഉണ്ട്, കെൽവിൻ ഉണ്ട്. പക്ഷെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ ആണ്. അതുകൊണ്ട് ടെമ്പറേച്ചറിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് കെൽവിൻ K. ഈ 5 നിങ്ങൾ താൽക്കാലികമായിട്ട് അറിയുന്നത് ഏതൊക്കെയാണ്? മാസിന്റെ M ആണ് ഡയമെൻഷൻ, ലെങ്തിന്റെ L ആണ്, ടൈമിന്റെ T ആണ്, ടെമ്പറേച്ചറിന്റെ കെൽവിന്റെ K ആണ്, ഇലക്ട്രിക് കറന്റിന്റെ I അല്ലെങ്കിൽ A ആണ്. ഇനി ഈ M L D വരെ നമ്മൾ പ്രധാനമായിട്ടും വരുന്നത്. ഇനി നമ്മൾ അങ്ങോട്ട് പതുക്കെ പഠിച്ചു കയറാൻ പോവാണ്. എന്നിട്ട് ഞാൻ ഇന്ന് 5ഉം ഇനി ഒരു 10 എണ്ണോടെ പഠിപ്പിക്കും. കുഴപ്പമുണ്ടോ? ഇല്ല. ഒരു 10 എണ്ണോടെ പഠിപ്പിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഞാൻ നിർത്തും. അന്നേരം ഈ 5ഉം 10ഉം 15 ഡയമെൻഷൻ പഠിച്ചിട്ട് വേണം നിങ്ങൾ ഇരിക്കാൻ. ഓക്കെ, അത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കയറി പോവാം. ഡയമെൻഷൻ അറിയാമെങ്കിൽ പിന്നെ ഈ ചാപ്റ്റർ സുഖമാണ്. പിന്നെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് അതൊക്കെ നമുക്ക് അടിപൊളിയാക്കാം. പഠിച്ചെന്ന് പറഞ്ഞ് ഓവർ കോൺഫിഡൻസ് ഇരിക്കരുത്. ദാറ്റ് ഈസ് ദോഷമായി പോവുക. എന്നിട്ട് നമുക്ക് 6ാമത്തേതിൽ വരാം. ഇനിയും നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കുക. 6ാമത് ഏരിയ. നമുക്ക് വളരെ ആവശ്യമുള്ള കുറച്ച് ഡയമെൻഷൻസ് മാത്രം പഠിച്ചാൽ മതി. ഏരിയ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഇത് ഇക്വേഷൻ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഡയമെൻഷൻ തെറ്റിക്കരുത്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്തിന്റെ ഡയമെൻഷൻ എന്തോ? L. ബ്രെഡ്ത്തിന്റെ ഡയമെൻഷൻ എന്തോ? ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഒരു ലെങ്ത് തന്നെ. L ഇൻറ്റു L എന്ന് പറഞ്ഞാൽ L സ്ക്വയർ ആണ്. ഇത്രയേ ഉള്ളൂ, L സ്ക്വയർ. ചില സ്കൂളൊക്കെ ഇങ്ങനെ പഠിപ്പിക്കും, MLT L സ്ക്വയർ, M⁻0 T⁻0. ഇങ്ങനെ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ L സ്ക്വയർ എന്ന് മാത്രം എഴുതിയാൽ മതി, ഒറ്റ മാർക്കും പോകത്തില്ല. M⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്, T⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ഇൻറ്റു L സ്ക്വയർ എന്ന് പറഞ്ഞാൽ L സ്ക്വയർ. പിന്നെ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ആവശ്യമില്ല. ചില അധ്യാപകർ ഇതിനൊന്നും തെറ്റില്ല. ചില അധ്യാപകർ ഇത് ചാടി പോകാതിരിക്കാൻ ഒരു ബോക്സ് ഒക്കെ ഇടും. അതിന്റെ ആവശ്യമില്ല, അത് ചാടിയൊന്നും പോകത്തില്ല. അത് നമ്മള് L സ്ക്വയർ. ഏരിയ കഴിഞ്ഞു. അടുത്ത 7ാമത്തത് വോളിയം. കാരണം ഇവനൊക്കെ പിന്നീട് നമുക്ക് ആവശ്യം വരും. വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു, ഇത് രസമാണേ അല്ലേ, പാട്ടുകൾ പഠിക്കാം. തിക്നെസ് അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് കൊടുക്കുക, ഹൈറ്റ് അല്ലെങ്കിൽ തിക്നെസ്. അതായത് നമുക്ക് L ഇൻറ്റു ലെങ്ത്, ബ്രെഡ്ത്തിന്റെ L, ഹൈറ്റിന്റെ L എന്ന് പറഞ്ഞാൽ L³. ഇതാണ് ഡയമെൻഷൻ. ഏരിയ ഡയമെൻഷൻ L സ്ക്വയർ, വോളിയത്തിന്റെ ഡയമെൻഷൻ L³. ഇക്വേഷൻ അറിയാമെങ്കിൽ ഏറ്റവും നല്ലതാണ്. അടുത്തത് പുലിക്കുട്ടി പതുക്കെ കയറി വരികയാണ്, ഡെൻസിറ്റി. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം. മാസിന്റെ എന്താണ് ഡയമെൻഷൻ? M ആണ്. അന്നേരം വോളിയത്തിന് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? വോളിയത്തിന് എന്താണ്? L³. അന്നേരം M/L³ എന്ന് എഴുതിയാൽ ശരി തന്നെയാണ്. ഈ L³ നമുക്ക് മുകളിലോട്ട് കൊണ്ടുപോകാം. A/B². B² നമ്മൾ മുകളിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എയുടെ കൂട്ടത്തിൽ എഴുതാണ്ട് B² എന്ന് പറയുന്നത് B⁻²² ആവും. പ്ലസ് ആയിട്ടുള്ള മുകളിൽ പോയാൽ മൈനസും, മൈനസ് ആയിട്ടുള്ള മുകളിൽ പോയി കഴിഞ്ഞാൽ പ്ലസും ആവും. അങ്ങനെയാണെങ്കിൽ L³ നമുക്ക് മുകളിലോട്ട് കൊണ്ടുപോകാം. അതൊക്കെ ഇവന് സ്ഥാനക്കയറ്റം നൽകിയാൽ L⁻³ ശരിയല്ലേ? ഇത് L³ എന്ന് പറഞ്ഞാൽ പ്ലസ് ആ, മുകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ L⁻³ എല്ലാവർക്കും ക്ലിക്കായി എന്നാണ് വിശ്വസിക്കുന്നത്. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളുക. അന്നേരം ഡെൻസിറ്റി കഴിഞ്ഞു. അടുത്തത് സ്പീഡ്. അടിപൊളി സാധനം. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലെങ്ത് തന്നെയാണ്. അന്നേരം L. ടൈമിന്റെ ഡയമെൻഷൻ T. എന്ന് പറഞ്ഞാൽ T⁻1 എന്നാണ്. T⁻1 മുകളിൽ പോയി കഴിഞ്ഞാൽ എന്താ വരും? T⁻−1. L T⁻−1 ആണ് ഏതിന്റെ? സ്പീഡിന്റെ ഡയമെൻഷൻ.
സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം, ഡിസ്റ്റൻസിന്റെ എൽ, ടൈമിന്റെ ടി, ടി എന്ന് പറഞ്ഞാൽ t⁻1, t⁻1 മുകളിൽ പോയി കഴിഞ്ഞാൽ t⁻1, റിയൽ t⁻1. അടുത്തത് ഇതായിട്ട് ചേർന്ന് നിൽക്കുന്ന ഇരട്ടകളാണ് വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടി. നമ്മൾ പറയത്തില്ലയോ അണ്ണൻ തമ്മി സിനിമയ്ക്കകത്ത് ഒരാൾക്ക് കറുപ്പ് പാടുണ്ട് മറ്റേക്ക് കറുപ്പ് പാടില്ല എന്ന് പറയുന്ന പോലെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഡിസ്റ്റൻസ്, ഇത് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ലെങ്ത് തന്നെയാണ്. ബൈ ടൈം എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ ടി ആണ്. ഇതും t⁻1 ആണ്. അതായത് നമുക്ക് l t⁻1 എന്ന് എഴുതാം. അന്നേരം ഇത് രണ്ടെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത നിങ്ങളുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ കാണുന്നുണ്ടോ? സ്പീഡിന്റെ ഡയമെൻഷൻ l t⁻1, വെലോസിറ്റി ഡയമെൻഷൻ l t⁻1. എന്താണ് സാർ എന്റെ പ്രത്യേകത? ഡയമെൻഷൻ ഈക്വൽ ആണ്. ഈക്വൽ ആയിട്ട് രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻ ഈക്വൽ ആയിട്ട് വരുവാണെങ്കിൽ അവന്മാരെ വിളിക്കുന്ന ഇരട്ടപ്പേരാണ് പേഴ്സ്. പേരായിട്ടുള്ള ഡയമെൻഷൻ ചോദിക്കും പരീക്ഷയ്ക്കൊക്കെ. ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റീസ് ഒക്കെ ഉണ്ട്, നമുക്ക് പരിചയപ്പെടാം. ഇപ്പൊ ഡയമെൻഷൻ ഉള്ളത് പഠിക്കാതെ. പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ഡയമെൻഷൻ. ഒരു രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡയമെൻഷൻ സെയിം ആണെങ്കിൽ അവന്മാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് പേഴ്സ്. പെയർ എന്ന് പറഞ്ഞാൽ ജോഡികളാണ്. നമ്മൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞാൽ അടിപൊളിയായിട്ടിരിക്കുന്ന രണ്ടുപേരാണ് സ്പീഡും നമ്മുടെ വെലോസിറ്റി. ഇപ്പം 10 ഏരിയ, വോളിയം, ഡെൻസിറ്റി, സ്പീഡ്, വെലോസിറ്റി. ഇന്ന് 5 പഠിക്കുന്നു, നാളെ ഒരു 5 പഠിച്ചിട്ട് നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് കയറുക. അടുത്ത 5. ഓക്കെ വാ. അടുത്തത് 11 വേറെ ഒന്നുമല്ല, ആക്സിലറേഷൻ. നമ്മുടെ വെലോസിറ്റിയുടെ ഒക്കെ ചേട്ടനായിട്ട് വരുന്ന വിഷയമാണ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം. കേട്ടോ, അങ്ങനെ വെലോസിറ്റി ഡയമെൻഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. വെലോസിറ്റി ബൈ ടൈം. സ്പീഡ് കൂടുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ പറയണം കേട്ടോ. നിങ്ങൾ പറയുന്ന പോലെയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. വെലോസിറ്റിയുടെ l t⁻1 ബൈ ടൈമിന്റെ ടി. ടി എന്ന് പറഞ്ഞാൽ t⁻1 മുകളിൽ പോയി എന്ത് വരും? l t⁻1 into t⁻1 എന്ന് പറഞ്ഞാൽ l t⁻2. നമ്മുടെ a⁻m into a⁻n എന്ന് പറഞ്ഞാൽ a⁻m+n. l ടിയും ടിയും a ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് അല്ലേ? t⁻2 t⁻1 plus -1 എന്ന് പറഞ്ഞാൽ t⁻2. ആക്സിലറേഷൻ ഡയമെൻഷൻ l⁻2. അടുത്ത 12 മൊമെന്റം. മൊമെന്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി. മാസിന്റെ എന്താണ്? m ആണ്. വെലോസിറ്റിയുടെ l t⁻1, ഡയമെൻഷൻ ml t⁻1. സിമ്പിൾ. വെലോസിറ്റി ഡയമെൻഷൻ അറിഞ്ഞിരിക്കണം, അവിടെ മാസിന്റെ അറിഞ്ഞിരിക്കണം. അടുത്തത് ഇവനൊരു പ്രത്യേകത ഉണ്ട്, ഇമ്പൾസ്. ഒരുപാട് ക്വാണ്ടിറ്റീസിന്റെ ഒന്നും വേണ്ട, നമ്മൾ ഈ പറയുന്ന ക്വാണ്ടിറ്റീസ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ടൈം. ഫോഴ്സ് ഇൻറ്റു ടൈം. ഞാൻ ഫോഴ്സിന്റെ ടൈം പഠിപ്പിച്ചില്ലല്ലോ സാറേ, ഇപ്പം പഠിപ്പിച്ചു തരാം. ഫോഴ്സിന്റെ ഇപ്പൊ ഞാൻ എഴുതുകയാണ് ml t⁻2 ഇൻറ്റു ടൈമിന്റെ ടി. ടി എന്ന് പറഞ്ഞാൽ t⁻1. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, ml t⁻2 t⁻1 വരുമ്പോൾ t⁻1. ഇത് എഴുതാനുള്ള കാരണം നിങ്ങൾ നോക്കിയേ, ഈ രണ്ടുപേരും ഒന്ന് നോക്കിയേ, ജോഡികളാ. മൊമെന്റും ഇമ്പൾസും റെഡി ആയിട്ടിരിക്കുക കല്യാണത്തിനൊക്കെ വേണ്ടി. എന്നാൽ ഇവര് പേഴ്സ് ആണ്. ഏതൊക്കെ? മൊമെന്റും ഇമ്പൾസും. മുമ്പേ നമ്മൾ പേഴ്സ് ആയിട്ട് പറഞ്ഞ പെട്ടെന്ന് പറഞ്ഞേ സ്പീഡും വെലോസിറ്റി. അടുത്ത ഇവൻ ഇല്ലാത്ത കാര്യമില്ല കേട്ടോ, ഫോഴ്സ്. ഫോഴ്സിനുള്ള ഇക്വേഷൻ ന്യൂട്ടന്റെ സെക്കൻഡ് അനുസരിച്ച് F = ma, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസിന്റെ m, ആക്സിലറേഷന്റെ l t⁻2. ഇവൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലായിടത്തും കയറിയും പലയിടത്തും കയറി ആക്രമിക്കാൻ വരും. ഇവനെ ആദ്യമേ നമ്മളിങ്ങനെ പിടിച്ചോണം. ഫോഴ്സ്, മാസിന്റെ ആക്സിലറേഷൻ, ഫോഴ്സിന്റെ ഡയമെൻഷൻ ml t⁻2. പഠിച്ചു വെച്ചേക്കണം. കണ്ട ഇവിടെയും ഫോഴ്സ് വന്നില്ലേ? അടുത്ത ഒരെണ്ണോടെ പഠിച്ചങ്ങ് നിർത്താം. പ്രഷർ. പ്രഷർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ നോക്കിയേ, ഫോഴ്സ് ബൈ ഏരിയ. അന്നേരം ഫോഴ്സിന്റെ അറിയണം. ഫോഴ്സിന്റെ ml t⁻2 ബൈ ഏരിയയുടെ l². l² മുകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ ml t⁻2 ഇൻറ്റു l² മുകളിൽ വരുമ്പോൾ l⁻². ഇങ്ങനെ ആസ്വദിച്ച് പഠിക്കണം കേട്ടോ. അന്നേരം m ഇവിടെ l⁻1 l⁻2 l⁻1 t⁻2. ആണ് പ്രശ്നം കേട്ടു. ഒന്നും രണ്ടും ഡയമെൻഷൻ അല്ല പഠിച്ചേ. ഫിസിക്കൽ വേൾഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾ ഒരു 5 മിനിറ്റ് കൊണ്ട് പഠിച്ചു തീരും. 5 മിനിറ്റ് എടുക്കൂ? ഇല്ല.
ഡയമെൻഷൻസ് ഒന്നും രണ്ടും അല്ല, 15 ഡയമെൻഷനാണ് പഠിപ്പിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 15 ഡയമെൻഷൻസ്. അന്നേരം ക്ലാസ്സിൽ കൃത്യമായിട്ട് കേൾക്കുക, നല്ല പവറായിട്ട് അങ്ങോട്ട് പഠിക്കുക. വേറെ ഒന്നും നിങ്ങൾ ഇനി അങ്ങോട്ട് ചിന്തിക്കണ്ട. എല്ലാത്തിനും ഒപ്പമുണ്ട്. സ്ട്രോങ് ആയിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇതെല്ലാം ചെയ്യുക. ഫ്രീ ആണ്. വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇഷ്ടംപോലെ ഡിസ്ക്രിപ്ഷനകത്ത് കിടക്കും. നിങ്ങൾ ഗ്രൂപ്പിൽ കയറുക. ഒരു ഗ്രൂപ്പിൽ കയറിയത് എല്ലാ ഗ്രൂപ്പിലും കയറി കഴിഞ്ഞാൽ അവരെ പൂർണ്ണമായും ഡിലീറ്റ് ചെയ്തില്ലേ കേട്ടോ. അന്നേരം അധിക പ്രശ്നങ്ങളൊന്നും കാണിക്കാതെ കറക്റ്റായിട്ട് ഗ്രൂപ്പുകളിലെല്ലാം കയറുക. നിങ്ങൾക്ക് പഠിക്കാം. അന്നേരം വീഡിയോ കേൾക്കാം, സംശയങ്ങൾ ചോദിക്കാം. മാക്സിമം എഫേർട്ട് അധ്യാപന ഭാഗത്ത് നിന്നുണ്ടാവാൻ നിങ്ങൾ 100% ഇരട്ടിയായിട്ട് പഠിക്കുക. നല്ല മാർക്ക് മേടിക്കുക, അടിപൊളിയാക്കുക. അന്നേരം ക്ലാസ്സുകൾ ഇനിയും അടുത്ത ദിവസം നമ്മൾ കാണുമ്പോൾ നിങ്ങൾ ഇത് പഠിച്ചു വെച്ചേക്കുക. നമുക്ക് സമയം കളയാനില്ല. ടൈം ഈസ് വെരി പ്രഷ്യസ്. അന്നേരം അടിപൊളി 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 അടിപൊളിയായിട്ട് നല്ല ഈസി ആയിട്ട് പഠിക്കുക. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ചോദിക്കുക. സാർ ഇത് എന്തുകൊണ്ട് എങ്ങനെ വന്നു, സാർ ഇതെന്താണ് ഇങ്ങനെ, ധൈര്യമായിട്ട് ചോദിക്കാം. ഗിരീഷ് മാഷിനോടാണ് പവറായിട്ട്. അന്നേരം ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ സപ്പോർട്ട്. ആ പവർ കിട്ടണമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും പഠിക്കണം. കേരളത്തിലെ കുട്ടികളെല്ലാം അടിപൊളി മാർക്ക് +1 വരട്ടെ, മേടിക്കട്ടെ എന്ന് പ്രവർത്തിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ, സി യു. ഓക്കെ, നാളെ കാണാം കേട്ടോ. ബൈ ബൈ.